എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നു. അപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 2 സീറ്റുകളിലേക്കും അതുപോലെ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജിലുള്ള 2 ഒഴിവുള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 1 സീറ്റിലേക്കുമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള സീറ്റ് എന്ന് പറയുന്നത് 2 സീറ്റാണ് ഒഴിവുള്ളത്. അപ്പോൾ നവംബർ 23-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ്, ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 1 സീറ്റിലേക്ക് ഈ ഒരു നവംബർ 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ്, രാവിലെ 11 മണിക്കാണ് ഈ ഒരു കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 4 സീറ്റുകളിലേക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 നവംബർ 27-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്കും അതുപോലെ തന്നെ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 1 സീറ്റിലേക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 നവംബർ 29 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കും ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തുന്നു. പ്രസ്തുത കോളേജുകളിൽ ഇനി വരുന്ന ഒഴിവുകൾ കൂടി അന്നേ ദിവസം തന്നെ നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖാന്തരം നികത്തുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ കോളേജുകളിൽ എവിടെയെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രസ്തുത കോളേജിലെ അടുത്ത പ്രവൃത്തി ദിനത്തിൽ മുൻ നിശ്ചയിച്ച സമയം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ആയിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോളേജിൻ്റെ പേര് എന്ന് പറയുന്നത് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. സീറ്റുകളുടെ എണ്ണം ഒഴിവ് എന്ന് പറയുന്നത് 2 സീറ്റാണ്. MU കാറ്റഗറിയിൽ 1, മുസ്ലിം കാറ്റഗറിയിൽ 1, സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 1 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 1 സീറ്റാണ്. EWS വിഭാഗത്തിലാണ് 1 സീറ്റ് ഉള്ളത്. അതുപോലെ തന്നെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം, അവിടെ 4 സീറ്റ്, സ്റ്റേറ്റ് മെറിറ്റിൽ 4 സീറ്റാണുള്ളത്. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. കാരണം സ്റ്റേറ്റ് മെറിറ്റിലുള്ളടുത്ത് ഏതൊരു വിദ്യാർത്ഥിക്കും പങ്കെടുക്കാം. അതുപോലെ തന്നെ കോഴിക്കോടല്ല ഈ ഒരു TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ 1 സീറ്റാണ്. EWS വിഭാഗത്തിൽ 1 സീറ്റാണ് അവിടെ ഒഴിവുള്ളത്. ആകെ ടോട്ടലായിട്ട് ഈ ഒരു 8 സീറ്റുകളാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നവംബർ 23 രാവിലെ 11 മണിക്കും അതുപോലെ തന്നെ കോഴിക്കോട് ഈ ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള 1 സീറ്റിലേക്ക് നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് നവംബർ 25-നും അതുപോലെ തന്നെ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള 4 ഒഴിവുള്ള സീറ്റുകളിലേക്ക് നവംബർ 27 രാവിലെ 11 മണിക്കും അതുപോലെ തന്നെ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള 1 സീറ്റിലേക്ക് 2024 നവംബർ 29-ന് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കുമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷണർ തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബിഫാം പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് പട്ടികയിൽ നിന്നാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുക. യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ഹാജരാക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പ്രസ്തുത ഒഴിവിലേക്ക് പരിഗണിക്കുക. സൂപ്പർ ന്യൂമറി ആയി അനുവദിച്ചിട്ടുള്ള EWS സീറ്റുകൾ ഒഴിവ് വന്നാൽ അവ സ്റ്റേറ്റ് മെറിറ്റിലേക്കോ മറ്റേതെങ്കിലും വിഭാഗത്തിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. EWS ഒഴികെ മറ്റേതെങ്കിലും വിഭാഗത്തിൽ ഒഴിവ് വന്നാൽ അത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മാറ്റുന്നതും ആണ്. സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം തന്നെ ഫീസ് അടച്ച് രേഖകൾ സമർപ്പിച്ച് പ്രവേശനം നേടണം. അതുപോലെ തന്നെ ഓരോ കോളേജിൻ്റെയും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.